ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. ഇത് 4ാം ക്ലാസ്സിലെ യൂണിറ്റ് 2-ൻ്റെ വോയിസസ് ഇൻ യൂണിസൺ എന്നുള്ള പാഠത്തിൻ്റെ ആക്ടിവിറ്റീൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി 1 എല്ലാവരും പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് പാർട്ട് 2 ആണ്. നോക്കാം നമുക്ക്. അടുത്തത് നോക്കിയേ, ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? ആരാണ് പട്ടം പറത്തിയത്? അതാണ് കഥ. ഒരു ചെറിയ കഥയാണിത് കേട്ടോ. ഹാവ് യു എവർ ട്രൈഡ് ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പട്ടം പറത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എന്താണ് ശരിക്കും പട്ടത്തെ പറക്കാൻ സഹായിക്കുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ്? കാറ്റാണോ? ഓർ ദ വിങ്സ്? അതിൻ്റെ ചെറിയ ചിറകുകളുണ്ട് 2 സൈഡിലും മഞ്ഞ കളറിൽ, ആ വിങ്സ് ആണോ? ഓർ ദ സ്ട്രിങ്? അതിൻ്റെ നൂലില്ലേ, അടിയിൽ കിടക്കുന്ന നൂല്, ആ നൂലാണോ, സ്ട്രിങ് ആണോ? ഓർ ദ പേഴ്സൺ ഹു ഫ്ലൈസ് ഇറ്റ്? അല്ലെങ്കിൽ ആ പട്ടത്തെ പറപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ കുട്ടികളാണോ? പട്ടം പറപ്പിക്കുന്ന ആരാണോ അവരാണോ അതിനെ ശരിക്കും പറപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. സ്റ്റോറി വായിച്ചിട്ട് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ. ഓൺ എ പ്ലസൻറ്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. എന്താ പറയുന്നത്? ഒരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ദിവസം ആ ഒരു ടൗണിൻ്റെ മേയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരി അല്ലേ. സ്ട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഉലാത്ത്, ഇങ്ങനെ വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങി. അതങ്ങനെ ഇറങ്ങി, ഓക്കെ, നടക്കാൻ വേണ്ടി ഇറങ്ങി. ത്രൂ ദ പാർക്ക്, അതിലെ കൂടി പാർക്കിലെ കൂടി വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങി ആര്? മേയർ. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. അയാൾക്ക് അത്ഭുതം തോന്നി. എങ്ങനെ? ഒരു ചെറിയ കുട്ടി ഒരു പട്ടം, നല്ല കളർഫുള്ളായിട്ടുള്ള പട്ടം പറത്തുന്നത് കണ്ടപ്പോൾ മേയർക്ക് അത്ഭുതം തോന്നി. ഓക്കെ. എന്നിട്ടോ ദ കൈറ്റ് സോർഡ്, SOARED, സോർഡ് എന്ന് പറഞ്ഞാൽ ഉയർന്ന് പറക്കും. ഓക്കെ, ഉയർന്നു. സോർഡ് ഹൈ ഡാൻസിങ് ഇൻ ദ ബ്രീസ്. പട്ടം ഇങ്ങനെ നല്ല ഉയരത്തിൽ പറന്നിട്ട് ബ്രീസിൽ അല്ല ഇളങ്കാറ്റിൽ ഡാൻസ് കളിക്കുന്നത് പോലെ തോന്നി. വാവ് എന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ട് വണ്ടറായിട്ട് പറയണം. വാവ്. ഹൂ മെയ്ഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ഈ പട്ടത്തിന് ഇത്രയും ഉയരത്തിൽ പറക്കാൻ ആരാണ് സഹായിച്ചത്? ദ മേയർ വാസ് ക്യൂരിയസ്. മേയർ വളരെ ആകാംക്ഷയോടുകൂടി ചോദിച്ചു. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ വളരെ ആകാംക്ഷ, ജിജ്ഞാസ എന്നൊക്കെ പറയും. ഓക്കെ, അറിയാനുള്ള ആഗ്രഹം. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. അഭിമാനത്തോടു കൂടി ആ ആൺകുട്ടി പറഞ്ഞു, ഐ ഡിഡ് മിസ്റ്റർ മേയർ. ഞാനാണത് ചെയ്തത്. മിസ്റ്റർ മേയർ അല്ല, ഞാനാണ് ചെയ്തത്. മേയറെ എന്ന് പറഞ്ഞു. ഐ മെയ്ഡ് ദ കൈറ്റ് മൈ സെൽഫ്. ഞാൻ ഒറ്റയ്ക്കാണത് ചെയ്തത്. ഐ പെയിൻറ്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തു, ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തു, ഞാൻ തന്നെ പറത്തിക്കുകയും ചെയ്തു. സോ ഐ മെയ്ഡ് ദ കൈറ്റ് മൈ സെൽഫ്. ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി. അപ്പോൾ നമ്മുടെ ആകാശത്തുള്ള വിൻഡ്, കാറ്റ് പറയാണ്. എന്താ പറഞ്ഞത്? നോ, ഇറ്റ്സ് മീ. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. നോ, നീയൊന്നുമല്ല, ഞാനാണ് ഉണ്ടാക്കിയത്. ഞാനാണ് ഈ പട്ടത്തിന് ഇത്രയും ഉയരത്തിൽ പറത്താൻ സഹായിക്കുന്നത് ഞാനാണെന്ന് ആര് പറഞ്ഞു? കാറ്റ് പറഞ്ഞു. വിതൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്. ഞാനില്ലായിരുന്നെങ്കിൽ ഈ കൈറ്റ് എന്തായാലും താഴെ ഗ്രൗണ്ടിലേക്ക് തന്നെ വീഴുമായിരുന്നു എന്ന് ആര് പറഞ്ഞു? കാറ്റ് പറഞ്ഞു. ദ കൈറ്റ്സ് ടെയിൽ ഫ്ലട്ടേർഡ് ആൻഡ് സെഡ്. അപ്പോൾ വിൻഡ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പട്ടത്തിൻ്റെ ടെയിൽ, അതിൻ്റെ വാലുണ്ടല്ലോ, അതിൻ്റെ ആ വാൽ കഷ്ണം, ആ പിങ്ക് കളർ പോലെ കാണുന്നില്ലോ, വാല് പോലത്തത് പറഞ്ഞു. ഫ്ലട്ടേഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റിലിങ്ങനെ ആടി ഉലയുക. ഓക്കെ. എന്നിട്ട് പറഞ്ഞു, വെയിറ്റ് ഐ ടു, ഞാനും ഉണ്ട് അല്ലേ. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി. ഞാനാണ് പട്ടത്തെ സ്റ്റഡിയായി നിർത്തുന്നത്. വിതൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്. ഞാനില്ലായിരുന്നെങ്കിൽ ആ പട്ടമൊക്കെ കീറി പറഞ്ഞു പോകുമായിരുന്നു. ആര് പറഞ്ഞു? ദ ടെയിൽ പറഞ്ഞു അല്ലേ. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രി വൺ ആൻഡ് സെഡ്. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ആയിരുന്നു കണ്ട് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൂല്. എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ? ഞാനില്ലാണ്ട് എങ്ങനെയാണ് ഒരു പട്ടം പറക്കുക? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ. ഞാനാണ് അതിനെ ഇത്രയും ഉയരത്തിലേക്ക് എത്തിക്കുന്നത്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ. ഞാനാണ് ആ പട്ടം എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? കയറാണ് അല്ലേ. നമ്മുടെ കയ്യിലുള്ള വള്ളി അല്ലെങ്കിൽ നൂല് പിടിച്ചിട്ടാണ് നമ്മൾ ആ പട്ടത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. എങ്ങോട്ടാണത് പറക്കേണ്ടതെന്നൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ നൂലിൽ പിടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ നൂല് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. ദ മേയർ ലിസൺഡ് കെയർഫുള്ളി ടു എവരി വൺ. മേയർ എല്ലാവരും പറഞ്ഞതും ശ്രദ്ധയോടുകൂടി കേട്ടു.
ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, അയാൾ ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു. സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്, അപ്പോൾ ശരിക്കും ആരാണ് ഈ പട്ടത്തെ പറത്തിയത്? ദേ ഓൾ പോസ് ടു തിങ്ക്, അവരെല്ലാവരും ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഇപ്പോൾ ആരാണെന്നുള്ള രീതിയിൽ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. ദെൻ ദ ബോയ് സെഡ് ജെൻറ്റ്ലി, അപ്പോൾ പതുക്കെ സോഫ്റ്റായിട്ട് നമ്മുടെ ആ ആൺകുട്ടി പറഞ്ഞു. എന്താ പറഞ്ഞത്? വി ഓൾ ഡു ഇറ്റ്, ഞങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്തത്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്, ഞങ്ങളുടെ എല്ലാം അധ്വാനം കൊണ്ടാണ് ഈ പട്ടം പറന്നത് എന്ന് ആര് പറഞ്ഞു? ആ ആൺകുട്ടി പറത്തുന്ന ആൺകുട്ടി പറഞ്ഞു. ദ വിൻഡ് അഗ്രീഡ് ആൻഡ് ടെയിൽ നോഡഡ് ടു, അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്തതെന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ വിൻഡ് അത് അഗ്രി ചെയ്തു അല്ലേ. എന്നിട്ടോ ടെയിൽ എന്ത് ചെയ്തു? തലകുലുക്കി സമ്മതിച്ചു, തലയാട്ടി സമ്മതിച്ചു. നോഡഡ് എന്ന് പറഞ്ഞാൽ തലയാട്ട്. ഓക്കെ. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ്, ആ നൂലും ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ചു. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ, അങ്ങനെ എല്ലാവരും ഹാപ്പി ആയപ്പോൾ പട്ടം എന്തായി? ഡാൻസിങ് ഇൻ ദ എയർ, എയറിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി കളിക്കാൻ തുടങ്ങി. ദ മേയർ സ്മൈൽഡ് വാംലി, സന്തോഷത്തോടു കൂടി ചിരിച്ചു. യു ആർ റൈറ്റ്, നിങ്ങൾ ശരിയാണ്. ടുഗെദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി, നിങ്ങളെല്ലാവരും കൂടി കൂടിച്ചേർന്നപ്പോൾ ടുഗെദർ അല്ലേ, അപ്പോഴാണ് കൈറ്റ് ഇത്ര മനോഹരമായി ഫ്ലൈ ചെയ്യുന്നത്, പറക്കുന്നത്. ദിസ് കൈറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് യൂണിറ്റി, ഈ പട്ടം ഒരു ഐക്യത്തിൻ്റെ, നിങ്ങളുടെ ഒത്തൊരുമയുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഇഫ് വി വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തും നമുക്ക് സാധിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് അല്ലേ. എവ്രി വൺ സ്മൈൽഡ്, എല്ലാവരും ചിരിച്ചു. ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ്, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പട്ടം പറത്തും അല്ലേ. ദേ ഷൗട്ടഡ് ചിയർഫുൾ, അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി പറഞ്ഞു. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോർ ഹൈ ഇൻ ദ സ്കൈ, അങ്ങനെ പട്ടം സന്തോഷത്തോടു കൂടി ആകാശത്തിൽ ഇങ്ങനെ കൂടുതൽ ഉയരത്തിൽ പറന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, നല്ല സ്റ്റോറി അല്ലേ. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയാണിത്. ഓക്കെ, ഇനി ഇപ്പോൾ കഴിഞ്ഞ കഥേൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ് അല്ലേ. നോക്കി, ആക്ടിവിറ്റി 1. ഹിയർ ആർ ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്? they are in jumbled manner. Arrange them in correct order. ഓക്കെ, അത് ഇങ്ങനെ ഒരു 5 സെൻറ്റൻസ് ഉണ്ട്, അതൊക്കെ ഓർഡർ ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കലാണ്, അതിനെ ഓർഡർ ആക്കാനാണ് പറയുന്നത്. വായിച്ച് നോക്കി ഒന്നാമത്തെ സെൻറ്റൻസ്. ദ ബോയ് സെഡ് ഐ മേഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്, ഞാനാണ് ഇത് ഉണ്ടാക്കിയത്, ഞാനാണ് അതിനെ പറത്തിയതെന്ന് ബോയ് പറഞ്ഞു. ദേ ഓൾ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം, നമ്മളെല്ലാവരും ഒരുമിച്ചാണെന്ന് അവരെല്ലാവരും കൂടി സമ്മതിച്ചു. ദ കൈറ്റ്സ് ടെയിൽ സെഡ് ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ, ഞാനാണ് അതിനെ സ്റ്റഡിയാക്കി നിർത്തുന്നതെന്ന് അതിൻ്റെ വാല് പറഞ്ഞു. ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ, വിൻഡ് പറഞ്ഞു ഞാനാണതിനെ ഹൈ ആയിട്ട് ഉയർത്തുന്നത് എന്ന് വിൻഡ് പറഞ്ഞു. ദ മേയർ സോ എ ബോയ് ഫ്ലൈയിങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്, മേയർ ഒരു ആൺകുട്ടി ഇങ്ങനെ പട്ടം പറത്തി നടക്കുന്നത് കണ്ടു. ഇതിലേതാണ് ആദ്യം നടന്ന സെൻറ്റൻസ്? ആദ്യം നടന്ന കാര്യം ഏതാണ്? അഞ്ചാമത്തത് അല്ലേ, മേയർ കണ്ടു എന്നുള്ളതാണ്. ഈ അതാണ് ഫസ്റ്റ്. ഓക്കെ, അവിടെ ടീച്ചർ ഒന്നൊന്ന് കൊടുത്തിട്ട് കണ്ടോ. രണ്ടാമത്തത് ദ ബോയ് സെഡ് ഐ മേഡ് ദിസ് കൈറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞു. മൂന്നാമത്തത് ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ്. നാലാമത്തത് ദ കൈറ്റ്സ് ടെയിൽ സെഡ്. അഞ്ചാമത്തത് ബി. ഓക്കെ, ദേ ഓൾ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ്. മനസ്സിലായല്ലോ? അവിടെ നമ്പർ കൊടുത്ത് നോക്കിയിട്ട് എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. അടുത്തത് ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാമല്ലോ സ്റ്റോറി നമുക്ക്. എന്നിട്ട് അതിന് നല്ലൊരു ഉചിതമായ ഹെഡിങ് കൊടുക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് കൊടുത്ത ഹെഡിങ് യൂണിറ്റി സ്ട്രെങ്ത് എന്നാണ്. നോക്കാമല്ലോ. റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. റെനി എന്ന് പറഞ്ഞ കുട്ടിക്ക് പ്ലാന്റ്സ് വളരെ ഇഷ്ടമായിരുന്നു. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ചെടിയുടെ എന്താണ് തൈ കിട്ടി. ഓക്കെ, ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് സാപ്ലിംഗ് ഇൻ ഹിസ് ഓർക്കാഡ്. അയാളുടെ തോട്ടത്തിൽ അതിനെ നടാൻ വേണ്ടി, ആ ചെടിയെ നടാൻ തീരുമാനിച്ചു. റെനി പ്ലാന്റഡ് ദാറ്റ് സാപ്ലിംഗ് വിത്ത് ഗ്രേറ്റ് ജോയ്. ഹി ടുക്ക് കെയർ ഓഫ് ഇറ്റ് വിത്ത് ലവ്. റെനി വളരെ സന്തോഷത്തോടു കൂടി ആ ചെടിയെ അയാളുടെ തോട്ടത്തിൽ കൊണ്ട് നട്ടു. അതിനെ എപ്പോഴും ശുശ്രൂഷിച്ചു, സ്നേഹത്തോടു കൂടി നോക്കി അല്ലേ. ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ഗ്രോ. ആ ചെടി ചെറുതായിട്ട് വളരാൻ തുടങ്ങി. അതർ ക്രീച്ചേഴ്സ് ഓൾസോ സ്റ്റാർട്ടഡ് കമ്മിങ് ദർ ഹാപ്പിലി. അവിടെ മറ്റ് ജീവികളും വരാൻ തുടങ്ങി അല്ലേ. നോക്കി ആരൊക്കെയുള്ളത് അവിടെ? റാബിറ്റ് ഉണ്ട്, മങ്കി ഉണ്ട്, ഫോക്സ് ഉണ്ട് അല്ലേ. അവരൊക്കെ റെനിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാൻ തുടങ്ങി. ഡേ ബൈ ഡേ ദ നമ്പർ ഓഫ് ആനിമൽസ് കമ്മിങ് ദർ ഇൻക്രീസ്ഡ്. ദിവസേന അങ്ങനെ
അവിടെ വരുന്ന ആനിമലുകളുടെ അല്ലെ ജീവികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. നോക്കി ഈ ചിത്രത്തിൽ ജിറാഫ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഒക്കെ അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടേയിരുന്നു. എവ്രി ഡേ ദേ ഓൾ കെയിം ടുഗെദർ ആൻഡ് ടുക്ക് കെയർ ഓഫ് ദ പ്ലാന്റ്. ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ദർ. അങ്ങനെ എല്ലാ ദിവസവും ഇവരൊക്കെ ഒരുമിച്ച് വന്നിട്ട് അവിടെ ഈ ചെടിയെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് ടൈം അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ദ പ്ലാന്റ് ഗ്രൂ ഇൻ ടു എ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആപ്പിൾ ട്രീ. അങ്ങനെ ആ ചെടി വളർന്ന് കുറച്ച് വലുതായി നല്ലൊരു ആപ്പിൾ മരമായി മാറി. ഇറ്റ് ബ്ലൂംഡ് ആൻഡ് ഗ്രൂ ലോട്ട്സ് ഓഫ് ആപ്പിൾസ്. അത് എന്താണ്, പൂവിട്ടു, അതിൽ നിറയെ ആപ്പിളുകൾ ഉണ്ടാവാൻ തുടങ്ങി. ആനിമൽസ് ആൻഡ് ബേർഡ്സ് കെയിം അറൗണ്ട് ദ ട്രീ എവ്രി ഡേ ആൻഡ് ദേ എയ്റ്റ് ഫ്രൂട്ട്സ് എയ്റ്റ് ദ ഫ്രൂട്ട്സ്. അവർ ആനിമൽസും ബേർഡ്സും ഒക്കെ അവിടെ വന്നിട്ട് ഈ ആപ്പിൾ മരത്തിൻ്റെ ആപ്പിളുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ദേ നെവർ ഹാഡ് എനി പ്രോബ്ലംസ് വിത്ത് ഈച്ച് അതർ. അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദേ പ്ലേഡ് അറൗണ്ട് ഇറ്റ് ആൻഡ് സ്പെൻഡ് ടൈം ടുഗെദർ. അവരെപ്പോഴും അതിന് ചുറ്റും കളിച്ചുകൊണ്ടും അങ്ങനെ ഒരുമിച്ച് അവർ അവിടെ സമയം ചെലവഴിച്ചു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് നോക്കാമല്ലോ. വൺ ഡേ എ മംഗൂസ് കെയിം ദർ. ഒരു കീരി വന്നു അവിടെ അല്ലേ. മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി. ഇറ്റ് ബിഗാൻ ടു മേക്ക് എ ബറോ അണ്ടർ ദ ട്രീ. ഈ ട്രീൻ്റെ ആപ്പിൾ മരത്തിൻ്റെ കീഴിൽ വലിയ ഗുഹകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ദ മങ്കി സോ ഇറ്റ്. കുരങ്ങനത് കണ്ടു. ഹീ ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്. അവൻ പോയിട്ട് അവൻ്റെ കൂട്ടുകാരോടൊക്കെ അറിയിച്ചു, ഇങ്ങനെ ഒരു മംഗൂസ് വന്നിട്ടുണ്ടെന്നല്ലേ, കീരി വന്നിട്ട് നമ്മുടെ മരത്തിൻ്റെ ചുവട്ടിൽ വലിയ ഗുഹ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുഹ വന്നാൽ ആ മരം നശിച്ചു പോകും അല്ലേ. ദേ റിയലൈസ്ഡ് ദാറ്റ് ഇഫ് ദ മംഗൂസ് മെയ്ഡ് ബറോസ് ഇറ്റ് വുഡ് ഹാം ദ ട്രീ. അവർക്ക് മനസ്സിലായി എന്ത്, ഈ കീരി ഇങ്ങനെ ഒരുപാട് മാളങ്ങൾ ഉണ്ടാക്കിയാൽ ആ മരത്തെ തന്നെ നശിപ്പിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ദേ ബ്രോഡ് ദ ക്ലവർ ഫോക്സ് ടു ചേസ് ദ മംഗൂസ് എവേ. അങ്ങനെ അവർ ഇവരെ കൂടുതൽ മംഗൂസിന്, അല്ലാതെ കീരിക്ക് പേടിയുള്ളതായ കുറുക്കനെ മാത്രം അല്ലേ, ബാക്കി എല്ലാ ആനിമൽസിനെയും മംഗൂസിനെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാവുന്നതാണ് അല്ലേ കീരിക്ക്. പക്ഷേ കുറുക്കനെ മംഗൂസിന് പേടിയാണ്. അങ്ങനെ കുറുക്കൻ്റെ സഹായത്തോടു കൂടി കീരിയെ അവർ ഓടിച്ചു വിട്ടു. ഓൾ ദ ആനിമൽസ് ടുഗെദർ ഡ്രോവ് ദ മംഗൂസ് എവേ. അങ്ങനെ അവരെല്ലാവരും കൂടി കുറുക്കൻ്റെ സഹായത്തോടു കൂടി ആ കീരിയെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ദർ യൂണിറ്റി ഹെൽപ്പ് ദം ഡിഫീറ്റ് ദ എനിമി. അവരുടെ ഒത്തൊരുമ അവരെ എനിമിയിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെ സഹായിച്ചു. ആൻഡ് ദേ ലിവ്ഡ് ദർ ഹാപ്പിലി എവർ ആഫ്റ്റർ. അതിനുശേഷം അവർ അവിടെ സന്തോഷത്തോടു കൂടി ഒരുപാട് നാൾ ജീവിച്ചു. ഈ സ്റ്റോറി എന്താ പറയുന്നത് മക്കളെ? ദ സ്റ്റോറി ടെൽസ് us ദാറ്റ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഓക്കെ, ഒത്തൊരുമയാണ് ഏറ്റവും വലിയ ബലം എന്നാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാമല്ലോ സ്റ്റോറി നമുക്ക്. എന്നിട്ട് അതിന് നല്ലൊരു ഉചിതമായ ഹെഡിങ് കൊടുക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് കൊടുത്ത ഹെഡിങ് യൂണിറ്റി സ്ട്രെങ്ത് എന്നാണ്. നോക്കാമല്ലോ. റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. റെനി എന്ന് പറഞ്ഞ കുട്ടിക്ക് പ്ലാന്റ്സ് വളരെ ഇഷ്ടമായിരുന്നു. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ചെടിയുടെ തൈ കിട്ടി. ഓക്കെ, ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് സാപ്ലിംഗ് ഇൻ ഹിസ് ഓർക്കാഡ്. അയാളുടെ തോട്ടത്തിൽ അതിനെ നടാൻ വേണ്ടി, ആ ചെടിയെ നടാൻ തീരുമാനിച്ചു. റെനി പ്ലാന്റഡ് ദാറ്റ് സാപ്ലിംഗ് വിത്ത് ഗ്രേറ്റ് ജോയ്. ഹി ടുക്ക് കെയർ ഓഫ് ഇറ്റ് വിത്ത് ലവ്. റെനി വളരെ സന്തോഷത്തോടു കൂടി ആ ചെടിയെ അയാളുടെ തോട്ടത്തിൽ കൊണ്ട് നട്ടു. അതിനെ എപ്പോഴും ശുശ്രൂഷിച്ചു, സ്നേഹത്തോടു കൂടി നോക്കി അല്ലേ. ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ഗ്രോ. ആ ചെടി ചെറുതായിട്ട് വളരാൻ തുടങ്ങി. അതർ ക്രീച്ചേഴ്സ് ഓൾസോ സ്റ്റാർട്ടഡ് കമ്മിങ് ദർ ഹാപ്പിലി. അവിടെ മറ്റ് ജീവികളും വരാൻ തുടങ്ങി അല്ലേ. നോക്കി ആരൊക്കെയുള്ളത് അവിടെ? റാബിറ്റ് ഉണ്ട്, മങ്കി ഉണ്ട്, ഫോക്സ് ഉണ്ട് അല്ലേ. അവരൊക്കെ റെനിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാൻ തുടങ്ങി. ഡേ ബൈ ഡേ ദ നമ്പർ ഓഫ് ആനിമൽസ് കമ്മിങ് ദർ ഇൻക്രീസ്ഡ്. ദിവസേന അങ്ങനെ അവിടെ വരുന്ന ആനിമലുകളുടെ അല്ലെ ജീവികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. നോക്കി ഈ ചിത്രത്തിൽ ജിറാഫ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഒക്കെ അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടേയിരുന്നു. എവ്രി ഡേ ദേ ഓൾ കെയിം ടുഗെദർ ആൻഡ് ടുക്ക് കെയർ ഓഫ് ദ പ്ലാന്റ്. ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ദർ. അങ്ങനെ എല്ലാ ദിവസവും ഇവരൊക്കെ ഒരുമിച്ച് വന്നിട്ട് അവിടെ ഈ ചെടിയെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് ടൈം അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ദ പ്ലാന്റ് ഗ്രൂ ഇൻ ടു എ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആപ്പിൾ ട്രീ. അങ്ങനെ ആ ചെടി വളർന്ന് കുറച്ച് വലുതായി നല്ലൊരു ആപ്പിൾ മരമായി മാറി. ഇറ്റ് ബ്ലൂംഡ് ആൻഡ് ഗ്രൂ ലോട്ട്സ് ഓഫ് ആപ്പിൾസ്. അത് പൂവിട്ടു, അതിൽ നിറയെ ആപ്പിളുകൾ ഉണ്ടാവാൻ തുടങ്ങി. ആനിമൽസ് ആൻഡ് ബേർഡ്സ് കെയിം അറൗണ്ട് ദ ട്രീ എവ്രി ഡേ ആൻഡ് ദേ എയ്റ്റ് ഫ്രൂട്ട്സ് എയ്റ്റ് ദ ഫ്രൂട്ട്സ്. അവർ ആനിമൽസും ബേർഡ്സും ഒക്കെ അവിടെ വന്നിട്ട് ഈ ആപ്പിൾ മരത്തിൻ്റെ ആപ്പിളുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ദേ നെവർ ഹാഡ് എനി പ്രോബ്ലംസ് വിത്ത് ഈച്ച് അതർ. അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടായിട്ടില്ല.
ദേ പ്ലേഡ് അറൗണ്ട് ഇറ്റ് ആൻഡ് സ്പെൻഡ് ടൈം ടുഗെദർ. അവരെപ്പോഴും അതിന് ചുറ്റും കളിച്ചുകൊണ്ടും അങ്ങനെ ഒരുമിച്ച് അവർ അവിടെ സമയം ചെലവഴിച്ചു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് നോക്കാമല്ലോ. വൺ ഡേ എ മംഗൂസ് കെയിം ദർ. ഒരു കീരി വന്നു അവിടെ അല്ലേ. മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി. ഇറ്റ് ബിഗാൻ ടു മേക്ക് എ ബറോ അണ്ടർ ദ ട്രീ. ഈ ട്രീൻ്റെ ആപ്പിൾ മരത്തിൻ്റെ കീഴിൽ വലിയ കുഴികൾ, ഗുഹകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ദ മങ്കി സോ ഇറ്റ്. കുരങ്ങനത് കണ്ടു. ഹീ ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്. അവൻ പോയിട്ട് അവൻ്റെ കൂട്ടുകാരോടൊക്കെ അറിയിച്ചു, ഇങ്ങനെ ഒരു മംഗൂസ് വന്നിട്ടുണ്ടെന്നല്ലേ. കീരി വന്നിട്ട് നമ്മുടെ മരത്തിൻ്റെ ചുവട്ടിൽ വലിയ ഗുഹ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുഹ വന്നാൽ ആ മരം നശിച്ചു പോകും അല്ലേ. ദേ റിയലൈസ്ഡ് ദാറ്റ് ഇഫ് ദ മംഗൂസ് മെയ്ഡ് ബറോസ് ഇറ്റ് വുഡ് ഹാം ദ ട്രീ. അവർക്ക് മനസ്സിലായി എന്ത്, ഈ കീരി ഇങ്ങനെ ഒരുപാട് ഗുഹകൾ, മാളങ്ങൾ ഉണ്ടാക്കിയാൽ ആ മരത്തെ തന്നെ നശിപ്പിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ദ ബ്രോഡ് ദ ക്ലവർ ഫോക്സ് ടു ചേസ് ദ മംഗൂസ് എവേ. അങ്ങനെ അവർ ഇവരെ കൂടുതൽ മംഗൂസിന്, അല്ലാതെ കീരിക്ക് പേടിയുള്ളതായ കുറുക്കനെ മാത്രം അല്ലേ. ബാക്കി എല്ലാ ആനിമൽസിനെയും മംഗൂസിനെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാവുന്നതാണ് അല്ലേ കീരിക്ക്. പക്ഷേ കുറുക്കനെ മംഗൂസിന് പേടിയാണ്. അങ്ങനെ കുറുക്കൻ്റെ സഹായത്തോടു കൂടി കീരിയെ അവർ ഓടിച്ചു വിട്ടു. ഓൾ ദ ആനിമൽസ് ടുഗെദർ ഡ്രോവ് ദ മംഗൂസ് എവേ. അങ്ങനെ അവരെല്ലാവരും കൂടി കുറുക്കൻ്റെ സഹായത്തോടു കൂടി ആ കീരിയെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ദർ യൂണിറ്റി ഹെൽപ്പ് ദം ഡിഫീറ്റ് ദ എനിമി. അവരുടെ ഒത്തൊരുമ അവരെ എനിമിയിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെ സഹായിച്ചു. ആൻഡ് ദേ ലിവ്ഡ് ദർ ഹാപ്പിലി എവർ ആഫ്റ്റർ. അതിനുശേഷം അവർ അവിടെ സന്തോഷത്തോടു കൂടി ഒരുപാട് നാൾ ജീവിച്ചു. ഈ സ്റ്റോറി എന്താ പറയുന്നത് മക്കളെ? ദ സ്റ്റോറി ടെൽസ് us ദാറ്റ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഓക്കെ, ഒത്തൊരുമയാണ് ഏറ്റവും വലിയ ബലം എന്നാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് നോക്കിയേ, കൈറ്റ്സ് അല്ലേ, പട്ടങ്ങൾ. മേക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് കളറിലുള്ള അല്ലെങ്കിൽ ടൈപ്പിലുള്ള പട്ടങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. റൈറ്റ് മെസ്സേജസ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം. അതിൻ്റെ മേലെ എന്താ എഴുതേണ്ടത്? യൂണിറ്റീനെ കുറിച്ചും ടീം വർക്കിനെ കുറിച്ചുള്ള മെസ്സേജസ് അതിൻ്റെ മേലെ എഴുതണം. എന്നിട്ടോ ലൈക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അതുപോലെയുള്ള ഇത് എഴുതുക, മെസ്സേജസ് എഴുതുക. ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ. അങ്ങനെ ഒരു കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ നടത്താനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു 3-4 മെസ്സേജസ് തന്നിട്ടുണ്ട് യൂണിറ്റീനെ കുറിച്ച്. അതെല്ലാവരും വായിച്ച് നോക്കുക. ഓക്കെ, നോക്കിയാൽ ഒന്നാമത്തെ എന്താ? ടുഗെദർ വി ആർ സ്ട്രോങ്ങർ. രണ്ടാമത്തത് യൂണിറ്റി ഈസ് ദ സീക്രട്ട് ടു എ ഹാപ്പി ടീം. അടുത്തത് യൂണിറ്റി മേക്സ് എവ്രിതിങ് പോസിബിൾ. വെൻ വി ഹെൽപ്പ് ഈച്ച് അതർ വി ഗ്രോ ടുഗെദർ. അങ്ങനെ 4 മെസ്സേജസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ സ്ട്രോങ്ങർ ആണ്. ടുഗെദർ വി ആർ സ്ട്രോങ്ങർ. യൂണിറ്റിയാണ് എല്ലാ സീക്രട്ടിനും, യൂണിറ്റി ഈസ് സീക്രട്ട് അല്ല, ഹാപ്പിനെസ്സിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഒത്തൊരുമയാണ്. അടുത്തത് യൂണിറ്റി മേക്സ്, യൂണിറ്റി എന്ത് കാര്യവും സാധ്യമാക്കും. അടുത്തത് വെൻ വി ഹെൽപ്പ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുമ്പോൾ വി ഗ്രോ ടുഗെദർ, നമ്മൾ ഒരുമിച്ച് വളർന്ന് വലുതാവും അല്ലേ, നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകും. അടുത്തത് ക്രാഫ്റ്റ് കോർണർ. ഓക്കെ, ക്രാഫ്റ്റ് കോർണർ. അതിലെന്താ പറയുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ദ ആൻസ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ലെറ്റ്സ് മേക്ക് അവർ ഓൺ ആൻസ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ചിട്ട് ഉറുമ്പുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ടോ ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻസ് റൈറ്റ് ദ ഡീറ്റെയിൽസ് ബിലോ. നിങ്ങൾ ഉറുമ്പുകൾ ഉണ്ടാക്കിയതിന് ശേഷം താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേ? ചിലർ പേപ്പർ കൊണ്ടുണ്ടാക്കും, ചിലർ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കും, ചിലർ വേറെ കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കും അല്ലേ, ചിലവർ കോട്ടൻ്റെ തുണി കൊണ്ടുണ്ടാക്കുമായിരിക്കും. അങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയത് അത് അവിടെ എഴുതുക. പിന്നെന്താ? ഇറ്റ്സ് കളർ ഈസ്, അതിൻ്റെ കളറ് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, റെഡ് ആണെങ്കിൽ റെഡ്, എന്താ കളർ എന്ന് വെച്ചാൽ അത് എഴുതുക. മൈ ആൻഡ് ഹാസ്, എൻ്റെ ഉറുമ്പിന് ഇത്ര കാലുകളുണ്ട് അല്ലേ, 6 legs ഉണ്ട്. അത് എത്ര കാലാണോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് എഴുതുക. ഐ നെയിംഡ് മൈ ആൻഡ്, ഞാൻ എൻ്റെ ഉറുമ്പിന് ഒരു പേരിട്ടിട്ടുണ്ട്. അതെന്താ? എന്തെങ്കിലും ഒരു പേര് എഴുതുക. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ, എവിടെയാണ്? ഞാൻ എൻ്റെ ഉറുമ്പിനെ എനിക്ക് ഒരു ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. അത് എവിടെയാണ്? ഗാർഡനിലാണ്, ഇൻ ദ ഗാർഡൻ, ഇൻ ദ ഫോറസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ എവിടെയാണോ നിങ്ങൾ അതിനെ കൊണ്ടുവെക്കുന്നത് അത് എഴുതുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആക്ടിവിറ്റി ഈ പാഠത്തിൻ്റെ അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആക്ടിവിറ്റി ചെയ്യുക. ഓക്കെ, അപ്പം ടീച്ചറുടെ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ മക്കളെ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.